അതിരപ്പള്ളി പ്ലാന്റേഷൻ തോട്ടത്തിൽ കാട്ടാൻ അവശനിലയിൽ ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടുകൊമ്പനാണ് ഇന്നലെ രാവിലെ മുതൽ പ്ലാന്റേഷൻ യാർഡിന് സമീപം അവശനിലയിൽ കണ്ടത്. സൂരജ് സജി നമുക്കൊപ്പം ചേരുകയാണ് ഇവിടെ നിന്ന്. സൂരജ് സജി, കൈകൾ കാണിക്കാതെ നേരെ എന്നെ നോക്കൂ സൂരജ് സജി. അപ്പോൾ സൂരജ് സജി, വിവരങ്ങൾ പറയാറായോ? അതിരപ്പള്ളി ഏഴാറ്റുമുഖം ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. സൂരജ് സജി, ഗുഡ് മോർണിംഗ്. അപ്പോൾ ആനയുടെ അവസ്ഥ എന്താണ്? വേഗം പറയൂ. എസ്കേൻ, നമ്മളിപ്പോൾ ഉള്ളത് അതിരപ്പള്ളിയിലാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ആനയാണ് ഏഴാറ്റുമുഖം ഗണപതി. ഇതിപ്പോൾ ഇന്നലെ തുടങ്ങിയ ആന അവശനിലയിലായിരുന്നു. ഇപ്പോൾ നമ്മൾ വരുന്ന സമയത്തെല്ലാം ആന അവിടെ തന്നെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റു. എസ്കേൻ പറഞ്ഞ പോലെ ആ കൈ കാണിച്ചത് ആന എഴുന്നേറ്റ സമയത്താണ് ആ കൈ കാണിക്കുന്നത്. ആന കുറേ നേരമായി തന്നെ ഇവിടെ കിടക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആന വലിയ അവശനിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് ഇന്നലെ തൊട്ടാണ് ആനയെ ഇത്തരത്തിൽ ഈ അവശനിലയിൽ കണ്ടെത്തുന്നത്. പക്ഷേ ഇടയ്ക്ക് കുറച്ചു ദൂരം നടക്കുകയും പിന്നീട് ആന കിടക്കുകയും ഒക്കെയായിരുന്നു ചെയ്തിരുന്നത്. ഇന്ന് രാവിലെയും ഇവരുടെ വനംവകുപ്പിന്റെ നിരീക്ഷണം ഉണ്ടായിരുന്നു. പക്ഷേ ആ നിരീക്ഷണത്തിലെല്ലാം തന്നെ മനസ്സിലാകുന്നത് ആന കൂടുതൽ അവശനിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയും വനംവകുപ്പിന്റെ പെട്രോളിംഗ് സംഘം ഇവിടെ എത്തുകയും ഈ പരിശോധനയും മറ്റും എല്ലാം നടത്തിയിരുന്നു. അങ്ങനെ തുടർച്ചയായ നിരീക്ഷണത്തിലൂടെയാണ് ഇപ്പോൾ ഈ ആനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം ഇപ്രകാരമാണ്. അതായത് ആനയ്ക്ക് കൂടുതൽ അവശനിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ആനയെ മയക്കുവെടി വെച്ച് അതിനുവേണ്ട ചികിത്സ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വനംവകുപ്പിന്റെ പരിഗണനയിലുണ്ട്. അത്തരം കാര്യങ്ങൾ ഉന്നത തലത്തിൽ തന്നെ ചർച്ചയും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഏഴാറ്റുമുഖം ഗണപതി എന്ന ആനയാണ് ഇപ്പോൾ നിലവിൽ ഈ അതിരപ്പള്ളി പ്ലാന്റേഷനിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ രാവിലെയോടുകൂടിയാണ് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഈ ആനയെ അവശനിലയിൽ കണ്ടെത്തുന്നത്. ആ ഭക്ഷണം പോലും കഴിക്കാത്ത ഒരു നിലയായിരുന്നു ഉണ്ടായിരുന്നത്. ഏറെ നേരം ഇത് തറയിൽ കിടക്കും, അതിനുശേഷം കുറച്ചു ദൂരം നടക്കും. അങ്ങനെ അതിനിടയിൽ പട്ട കഴിക്കുന്നതല്ലാതെ കാര്യമായ ഭക്ഷണം കഴിക്കുന്നില്ല. എരണ്ടക്കെട്ടുണ്ടോ എന്നൊരു സംശയമായി പ്രദേശവാസികൾ എല്ലാവരും തന്നെ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും വനംവകുപ്പും കടുത്ത നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആനയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആരോഗ്യസ്ഥിതി മോശമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആനയെ മയക്കുവെടി വെച്ച് അതിന് ചികിത്സ ഉറപ്പാക്കുക എന്നൊരു നിലപാടിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്തായാലും ഏഴാറ്റുമുഖം പ്ലാന്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ എണ്ണപ്പന പ്ലാന്റേഷനിലാണുള്ളത്. ഇത് ഈ ചാലക്കുടി പുഴ കടന്ന് ഇങ്ങോട്ടേക്ക് എത്തിയതിനു ശേഷം ആന അവശനിലയിലാവുകയും പിന്നീട് ഇവിടെ കിടക്കുകയുമായിരുന്നു. ആന എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? അതായത് ഇത് തുടർച്ചയായി ഈ ജനവാസ മേഖലയിൽ ഇറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആനയാണ് ഏഴാറ്റുമുഖം ഗണപതി. പ്രത്യേകിച്ച് ഈ അതിരപ്പള്ളി മേഖലയിലെല്ലാം വലിയ രീതിയിൽ കൃഷിനാശം ഉൾപ്പെടെ വരുത്തുന്ന ആനയാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും കെണിവെച്ചതാണോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നതുകൂടിയും വനംവകുപ്പിന്റെ പരിഗണനയിലുണ്ട്. അത്തരത്തിൽ ആനയ്ക്ക് ഒരു അപകടം സംഭവിച്ചതിന്റെ ഭാഗമായിട്ടാണോ ഈ അവശത ബാധിച്ചത് എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ആനയുടെ ആരോഗ്യസ്ഥിതി നോക്കിയതിനു ശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ വരുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് വരെ, അതായത് വരുന്ന സമയത്ത് പോലും ആന അവിടെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ ആന എണീറ്റ് മണ്ണ് വാരി ദേഹത്ത് മുഴുവൻ എറിയുന്നതാണ് കാണുന്നത്. കുറച്ചു നേരം ആന ഇങ്ങനെ മണ്ണൊക്കെ എറിഞ്ഞു നിൽക്കും. അതിനുശേഷം പിന്നീട് ആന കിടക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അത് അധിക നേരം ഇതിന് നിൽക്കാനോ അല്ലെങ്കിൽ നടക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അല്പനേരം എഴുന്നേറ്റ് നിൽക്കുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ആന സാധാരണ ചെയ്യുന്നത് പോലുള്ള തീറ്റ എടുക്കുന്നതിനോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കഴിയുന്നില്ല എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരടക്കം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തി ആനയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിക്കൊണ്ട് തുടർ നടപടികളിലേക്ക് കടക്കും. എസ്.കെ. സൂരജ്, നേരത്തെ അവശതയുള്ള ആനയൊക്കെ മയക്കുവെടി വെച്ച് അവസാനം ആനയ്ക്ക് അപകടം ഉണ്ടായി, കാട്ടുമൃഗങ്ങൾക്ക് അപകടം ഉണ്ടായ അനുഭവങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോറസ്റ്റ് അധികൃതരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞോ ഈ കാര്യത്തിൽ? എസ് കെ, എന്തായാലും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അത് ഈ ആനയെ പിടികൂടുക എന്നുള്ളതല്ല, ആനയ്ക്ക് ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ഘട്ടം എന്ന നിലയിൽ മാത്രമാണ് പരിഗണിക്കുന്നത്. ഇപ്പോൾ ഇവർ ഈ ആനയെ നിരീക്ഷിക്കുകയാണ്. ആനയുടെ ആരോഗ്യസ്ഥിതി വീണ്ടും മോശകരമാകുന്ന നിലയിലേക്ക് ആന തുടർച്ചയായി തീറ്റ എടുക്കാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ആനയെ മയക്കുവെടി വെക്കുക, പിന്നീട് തുടർ നടപടിയുമായി മുന്നോട്ട് പോകുക. അതായത് മയക്കുവെടി വെച്ച് അതിന് എരണ്ടക്കെട്ടാണോ എന്നുള്ളത് തന്നെയാണ് ഇവർ ഒരു പ്രാഥമിക വിലയിരുത്തുന്ന ആന ഇത്തരം അവശതയിലേക്ക് പോകാനുള്ള കാരണമായി പറയുന്നത്. പക്ഷേ ഈ ഗ്യാസ് ഉൾപ്പെടെയുള്ളവ പുറത്തേക്ക് പോകുന്നുണ്ട് എന്നൊരു ആശ്വാസകരമായ വാർത്തയും വനംവകുപ്പ് പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് ഇന്ന് ഒരു ദിവസം ആനയ്ക്ക് നിരീക്ഷണം ഏർപ്പെടുത്തുക, ആനയുടെ ആരോഗ്യസ്ഥിതി തുടർച്ചയായി പരിശോധിക്കുക. ആനയുടെ ആരോഗ്യസ്ഥിതി വീണ്ടും മോശമാകുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ മാത്രം ആനയെ മയക്കുവെടി വെച്ച് അതിന് ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതായത് ആനയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ട് ഈ ആനയ്ക്ക് ചികിത്സ ഉറപ്പാക്കുക. പക്ഷേ കൂടുതൽ അവശനിലയിലേക്ക് പോവുകയാണെങ്കിൽ അത് മയക്കുവെടി വയ്ക്കാതെ തന്നെ അതിന് ചികിത്സ കൊടുക്കുന്ന പോലെ അരികത്തേക്ക് ചെല്ലാൻ കഴിയുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അത്തരത്തിൽ
അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആനയുടെ അടുത്തെത്തി വെറ്റിനറി ഡോക്ടർമാരെ അടക്കം എത്തിച്ച് പരിശോധനകളിലേക്ക് കടക്കുന്നതും വനംവകുപ്പ് ആലോചിക്കുന്നുണ്ട്. എന്തായാലും ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ പുരോഗതി കാണാനില്ല. അത് തന്നെയാണ് ആശങ്കയായി നിൽക്കുന്നത്. കാരണം ഇന്നലെ രാവിലെ തുടങ്ങിയാണ് ആനയെ ഈ ഏഴാറ്റുമുഖം മേഖലയിൽ തന്നെ ഈ അവശനിലയിൽ കണ്ടെത്തുന്നത്. പക്ഷേ അതിനുശേഷം ഇന്നലെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ആന ഈ പറയത്തക്ക തരത്തിലുള്ള ഒരു പുരോഗതി ആനയുടെ ആരോഗ്യനിലയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ആനയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ആശ്വാസകരം എന്ന് പറയാവുന്നത് ആനയ്ക്ക് ചെറിയ രീതിയിൽ ഗ്യാസ് പുറത്തേക്ക് പോകുന്നുണ്ട് എന്ന് മാത്രമാണ്. പക്ഷേ തീറ്റ എടുക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ഇത്രയും നേരം ഈ ആന ഇപ്പോൾ കാണാൻ മണ്ണ് വാരി എറിയുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പക്ഷെ അതിന് മുൻപ് വരെ ആന അതേ സ്ഥലത്ത് തന്നെ കിടക്കുകയായിരുന്നു. അതായത് വല്ലാതെ ദൂരത്തേക്ക് പോയിട്ടില്ല. ആന നിൽക്കുന്ന പ്രദേശം കണ്ടാൽ തന്നെ മനസ്സിലാവും ആന ഏറെ നേരം ആ മേഖലയിൽ തന്നെയാണ് നിൽക്കുന്നത്. സാധാരണ ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന ആനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ എണ്ണപ്പനത്തോട്ടത്തിൽ കയറി എണ്ണപ്പനകൾ കുത്തിമറിച്ചിട്ട്, അത് നമ്മളും പലപ്പോഴും അതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തുവിട്ടിട്ടുള്ളതാണ്. ഈ എണ്ണപ്പനത്തോട്ടത്തിൽ കയറി എണ്ണപ്പനകളെല്ലാം കുത്തിമറിച്ചിട്ട് അത് തീറ്റ എടുക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആനയുടെ ഇപ്പോൾ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ വ്യക്തമാണ്. കാരണം ആന ഒട്ടും ആക്റ്റീവായിട്ട് പെരുമാറുന്നില്ല, അല്ലെങ്കിൽ ആനയുടെ ഭാഗത്തുനിന്ന് സാധാരണ ഉണ്ടാകാറുള്ള ഒരു തരത്തിലുള്ള തീറ്റയെടുക്കലോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. അത് തന്നെയാണ് വനംവകുപ്പ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയുണ്ട്, പക്ഷെ അത് കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തുന്ന ഈ ഘട്ടത്തിൽ അതിനുശേഷം മാത്രം, അതായത് ഇനിയും ആരോഗ്യ സ്ഥിതി മോശമായി പോവുകയാണെങ്കിൽ ആനയ്ക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനാണ് തീരുമാനിക്കുന്നത്. എന്തായാലും ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥരടക്കം യോഗം ചേർന്നുകൊണ്ട് തുടർ നടപടികൾ രാവിലെ ചർച്ച ചെയ്യും. SK. ഓക്കെ, AK-47 ഒരു കാര്യം സൂരജ് സജിയോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ആന മണ്ണ് വാരി എറിയുന്നത് ചൂടുകൊണ്ടാണ് സൂരജ് എന്ന് പറഞ്ഞിരിക്കുന്നു. ചിലപ്പോൾ അതായിരിക്കാം സൂരജ്. അപ്പോൾ എന്തായാലും സൂരജ് അതിൻ്റെ അതിരപ്പള്ളിയിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങൾ നമ്മളെ കാണിച്ചത് വളരെ നന്നായി. അപ്പോൾ ആന എഴുന്നേറ്റ് നിൽക്കുന്നു എന്നത് ആശ്വാസമാണ്. കുറച്ചധികം സമയമായി ആന കിടപ്പിലായിരുന്നു.